3 അടി ഉയരത്തിനും ഒരു തലപ്പൊക്കമുണ്ട്. അത് ആത്മവിശ്വാസത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ വാനോളമുള്ള തലപ്പൊക്കമാണ്. ഈ 3 അടിക്കാരൻ ഗുജറാത്ത് ഭാവനഗർ സ്വദേശി ഡോക്ടർ ഗണേഷ് ബാരയ്യാണ്. ഉയരക്കുറവ് മാനദണ്ഡമാക്കി മറ്റുള്ളവർ തന്റെ ദൃഢനിശ്ചയത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ പൊരുതി മുന്നേറി ഡോക്ടറായ 23-കാരൻ. जब मैंने साइंस में एडमिशन लिया तब मेरे प्रिंसिपल ने मुझे बताया कि अगर तू डॉक्टर बनता है तो तू दूसरे लोगों को एक इंस्पिरेशन दे सकता है, दूसरे लोगों को मोटिवेट कर सकता है। प्लस अगर तू डॉक्टर बनेगा तो जो पुअर पर्सन है, जो गरीब है, उनकी सेवा कर सकता है और ऐसे तो अपना एक देश के डेवलपमेंट में अपना छोटा सा योगदान दे सकता है। तो मैंने ये बात मेरे मन में आ गई और मैंने ठान ली कि मुझे डॉक्टर ही बनना है. പഠനകാലം മുതൽ ഗണേഷിന്റെ ഉയരം മറ്റുള്ളവർക്കിടയിൽ ചർച്ചയായിരുന്നു. പക്ഷെ അതൊന്നും ഗണേഷിന്റെ ആത്മവിശ്വാസത്തിന്റെ തെളിച്ചം കെടുത്താൻ പറ്റുന്നവയായിരുന്നില്ല. +2 നീറ്റ് പരീക്ഷകളിൽ മിന്നും വിജയം. പക്ഷേ ഉയരക്കുറവ് ചൂണ്ടിക്കാട്ടി MBBSന് പ്രവേശനം ലഭിച്ചില്ല. ഉയരക്കുറവുള്ളവർക്ക് ഈ പണി പറ്റില്ല എന്നായിരുന്നു ന്യായീകരണം. പിന്നീട് നീതി തേടി സുപ്രീം കോടതിയിൽ. അങ്ങനെ അനുകൂല വിധി ഗണേഷിനെ തേടിയെത്തി. मेडिकल काउंसिल ऑफ इंडिया उन्होंने मुझे रिजेक्ट किया ड्यू टू माई 3 फीट हाइट. तो उस टाइम मैं बहुत ही उदास रहा करता था कि अब मैं क्या करूँगा, अब कौन से फील्ड चूज़ करूँगा, अब क्या होगा, ऐसा सोच रहा था. पर मेरे प्रिंसिपल ने मुझे सपोर्ट किया और उन्होंने एक केस फाइल किया और मुझे MBBS में एडमिशन दिलवाया. ഗുജറാത്തിലെ തന്നെ ഭാവനഗർ മെഡിക്കൽ കോളേജിലായിരുന്നു പഠനം. ഇപ്പോൾ ഇന്ത്യനായി ജോലി ചെയ്യുന്നു. കർഷക കുടുംബത്തിൽ നിന്ന് പഠിച്ചു മുന്നേറിയ ഗണേഷിന് ജനറൽ മെഡിസിനിൽ ഉപരിപഠനം നടത്തി സർക്കാർ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യാനാണ് ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗൂഗിൾ നമുക്കുണ്ട്. ഗൂഗിൾ അദ്ദേഹം തന്നെയാണ് ഒരു പക്ഷേ ഡോക്ടേഴ്സ് ഡേക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അർഹനായ ഒരാൾ ഒരു അതിഥിയായി എത്താൻ. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പലിന് കൂടിയാണ് സത്യത്തിൽ കയ്യടി കൊടുക്കേണ്ടത്. പ്രിൻസിപ്പലിൻ്റെ വാക്കുകളാണ്. ഗണേഷ് ഡോക്ടറായി കഴിഞ്ഞാൽ അത് ഈ നാടിന് ഒരുപാട് പേർക്ക് പ്രചോദനമാകുമെന്ന് പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം കൂടുതൽ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. കേരളത്തിൽ അദ്ദേഹം എത്ര ദിവസമുണ്ട് എന്തൊക്കെ പറഞ്ഞു? ഇന്ന് ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ലോക ഡോക്ടേഴ്സ് ദിനമാണ്. ആ ദിനത്തോടനുബന്ധിച്ച് +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക്, അതായത് എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പരിശീലനത്തിന് വേണ്ടി നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള നിലയിൽ SP മെഡിഫോർട്ട് ആശുപത്രി അദ്ദേഹത്തെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചതാണ്. അവരുടെ പരിപാടികളുമൊക്കെ ബന്ധപ്പെട്ട് എത്തിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ആ വേദിയിൽ വെച്ച് നമുക്ക് വേണ്ടി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളൊക്കെ പറയുകയാണ്. ഞാൻ ഈ മനസ്സിലാക്കിയിടത്തോളം ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടിൽ പഠിച്ചു വരുന്ന ആളാണ് ഗണേഷിൻ്റെ സഹോദരങ്ങൾ തന്നെ 7-8 പേരുണ്ട്. അപ്പോൾ ആ ഒരു പഠനം അവരിലാരും തന്നെ 10ാം ക്ലാസ് പഠനം മുൻപോട്ട് കൊണ്ടുപോയിട്ടുമില്ല. അവർക്കൊക്കെ തന്നെ വലിയ ഉയരത്തിലൊക്കെ ആണെങ്കിൽ കൂടെ, ഞാൻ പറഞ്ഞത് ശാരീരികമായി ബുദ്ധിമുട്ടുകളില്ലാതെ ഉയരത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടെ അവർ പഠനം മുൻപോട്ടൊന്നും പോയൊന്നുമില്ല. പക്ഷേ ഗണേഷ് മാത്രം അതിൽ നിന്ന് വേറിട്ട് നിന്ന് പഠിക്കണം, ആ പഠനം മുൻപോട്ട് പോകണം, ഡോക്ടറാകണമെന്ന് തന്നെ കൃത്യമായി ആഗ്രഹിച്ചുറപ്പിച്ച് തന്നെ പഠിക്കുന്നു. +2 പഠനത്തിന് വലിയ മാർക്ക് നേടുന്നു. അതുപോലെ തന്നെ നീറ്റിനും കൃത്യമായി മാർക്കുകളൊക്കെ നേടി MBBSന് അഡ്മിഷൻ നേടുന്നു. പക്ഷേ ആ സമയത്തും ഗണേശിനെ തിരസ്കരിക്കപ്പെടുകയാണ് ഉയരത്തിൻ്റെ കാര്യത്തിൽ. നിനക്ക് പറ്റിയ പണിയല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ തിരസ്കരണം ഉണ്ടാകുന്നത്. കാരണം ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഉയരം ഒരു ഘടകമാണെന്നുള്ളതായിരുന്നു ആ സമയത്തെ വലിയ ചോദ്യചിഹ്നമായി മുൻപോട്ട് കൊണ്ടുവന്നതും ആളുകളുടെ ഉത്കണ്ഠകൾ ആളുകൾ പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഗണേഷ് അതൊന്നും വലിയ കാര്യമായി എടുത്തില്ല. പക്ഷേ ഗണേഷ് എവിടെയോ പതറിപ്പോയ സാഹചര്യത്തിലാണ് നമുക്ക് ആ അധ്യാപകൻ്റെ കാര്യം പറഞ്ഞത്. ദിവിഷ് പറഞ്ഞതുപോലെ ആ അധ്യാപകൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഡോക്ടർ കാണില്ല. അപ്പോൾ ആ അധ്യാപകൻ മുൻപോട്ടേക്ക് വരുന്നു, അധ്യാപകൻ തന്നെ കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വിധിയെ തടഞ്ഞുകൊണ്ട്, വിധിയെ തോൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയി ഇത്തരത്തിൽ ഡോക്ടറായി. അന്ന് എനിക്ക് തോന്നുന്നു ഡിബിഷ മുൻപ് ആ വാർത്ത വായിച്ച സമയത്ത്, മുൻപ് നമ്മൾ ചെയ്ത വാർത്തയാണ്, ആ സമയത്ത് വലിയ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറായില്ലല്ലോ, പക്ഷേ ഇപ്പോൾ ദേ ഡോക്ടറായി തന്നെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വന്നു. ആളുകളുടെ വായടപ്പിക്കാൻ എന്തായാലും പറ്റുന്നുള്ളതാണ്. കാരണം എന്തിലും നെഗറ്റീവ് കാണുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് ഇത്രത്തോളം തന്നെ ജീവിതത്തെ വലിയ വെല്ലുവിളിയായി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ സമൂഹ മാധ്യമത്തിൽ നെഗറ്റീവ് ഇടുന്ന ആളുകളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. അദ്ദേഹം ആ നെഗറ്റീവുകളൊക്കെ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് മുൻപോട്ടുള്ള യാത്രയിൽ ഇന്ധനമായിട്ട് തന്നെ കരുതി. എന്തായാലും ഡോക്ടർ ഗണേഷായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. കൂടുതൽ പഠനം നടത്താനും കൂടുതൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന നിലയിലേക്കൊക്കെ പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അതിനും നമ്മുടെ ആശംസകൾ. ശരി ഗോകുലെ.